എല്ലാ വീടുകളിലും ആവശ്യമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി എങ്ങനെ ലാഭം ഉണ്ടാക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. മിക്ക വീടുകളിലും എത്ര ക്ലീൻ ചെയ്താലും അവിടെയുള്ള ഡസ്റ്റ് ഒന്നും പൂർണ്ണമായിട്ടും മാറില്ല. നിലത്താണെങ്കിലും ബെഡിലാണെങ്കിലും ഒക്കെ ഡസ്റ്റ് എപ്പോഴും അടിഞ്ഞുകൂടിയിരിക്കും. പ്രത്യേകിച്ച് ഇലക്ട്രോണിക് ഉപകരണങ്ങളിലൊക്കെ എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഡസ്റ്റ് കാണാൻ സാധിക്കും. കീബോർഡിലും മൗസിലും മോണിറ്ററിലും ടിവിയിലും ഒക്കെ എപ്പോഴും ഡസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഇതൊന്നും നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. ഇത്തരത്തിലുള്ള ഡസ്റ്റുകളൊക്കെ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ബ്രഷുകളുണ്ട്. ആ ബ്രഷുകളെ പറ്റിയിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇത്തരത്തിലുള്ള ബ്രഷുകൾ എങ്ങനെ ഉണ്ടാക്കി സെയിൽ ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതായത് ഹോം ക്ലീനിങ് ബ്രഷുകൾ എങ്ങനെ ഉണ്ടാക്കി സെയിൽ ചെയ്യാമെന്നും അതിലൂടെ എങ്ങനെ ലാഭം ഉണ്ടാക്കാം എന്നുള്ളതൊക്കെയാണ് വീഡിയോയിൽ പറയുന്നത്. ക്ലീനിങ് ബ്രഷുകൾ വിവിധ തരത്തിലുണ്ട്. മിക്കവരും വീടുകളിൽ 1-2 ടൈപ്പ് ബ്രഷുകളൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അത് വെച്ചിട്ടായിരിക്കും അവർ മാറാല ഉൾപ്പെടെ എല്ലാം തന്നെ ക്ലീൻ ചെയ്യുന്നത്. എന്നാൽ ഓരോ സ്ഥലങ്ങളും ക്ലീൻ ചെയ്യുന്നതിന് ഓരോരോ ബ്രഷുകൾ ആവശ്യമാണെങ്കിൽ മാത്രമാണ് അവിടെയുള്ള ഡസ്റ്റുകൾ പൂർണ്ണമായിട്ടും നീക്കം ചെയ്യാൻ സാധിക്കുള്ളൂ. ചെറിയ ചെറിയ തരികളൊക്കെ നമ്മൾ നീക്കം ചെയ്യുന്നതിന് പ്രത്യേകം ബ്രഷുകൾ ആവശ്യമാണ്. അപ്പോൾ പലർക്കും അത്തരത്തിലുള്ള ബ്രഷുകളെ കുറിച്ചൊന്നും അറിയില്ല. നമ്മൾ ഓൺലൈനിൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ ധാരാളം ബ്രഷുകൾ കാണാൻ സാധിക്കും. ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം ബ്രഷുകളുണ്ട്. ഇലക്ട്രിക്കൽ ബ്രഷുകൾ ഉൾപ്പെടെയുണ്ട്. കീബോർഡും മൗസും മോണിറ്ററും ഒക്കെ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഫൈബർ ബ്രഷ് ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിച്ചുകൊണ്ട് ചെറിയ ചെറിയ തരികൾ പോലും നമുക്ക് എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഫാൻ ക്ലീൻ ചെയ്യുന്നതിന് പ്രത്യേകം ബ്രഷുണ്ട്. ബെഡിലുള്ള ഡസ്റ്റ് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകം ബ്രഷുണ്ട്. ഈ ഒരു റോളിംഗ് ബ്രഷാണ് ബെഡിലുള്ള ഡസ്റ്റൊക്കെ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. നിലത്തൊക്കെ വീണ് കിടക്കുന്ന പൊടിപടലങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്നതിന് ഇത് വളരെയധികം അനുയോജ്യമാണ്. ഇത് റോൾ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത് നിങ്ങൾക്ക് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ബ്രഷുകൾ നിർമ്മിക്കാൻ സാധിക്കും. ഇന്ത്യ മാർട്ട് പോലെയുള്ള വെബ്സൈറ്റുകളിൽ ഇത്തരത്തിലുള്ള ബ്രഷുകൾ നിർമ്മിക്കുന്നതിന്റെ മെഷീൻ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. അത് മാനുവൽ മെഷീനും ഉണ്ട്, ഓട്ടോമാറ്റിക് മെഷീനും ഉണ്ട്. അതിന്റെ ഉപയോഗം അനുസരിച്ചിട്ടായിരിക്കും അതിന്റെ റേറ്റ് വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കിയിട്ട് അത് തിരഞ്ഞെടുക്കാവുന്നതാണ്. നിങ്ങൾ വാങ്ങുന്ന മെഷീനിൽ ഏതൊക്കെ തരം ബ്രഷുകളാണോ ഉണ്ടാക്കാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ള ബ്രഷുകളെല്ലാം നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾക്കത് ഷോപ്പുകളിൽ സെയിൽ ചെയ്യാം. അതുപോലെ തന്നെ ഓൺലൈനിലും അത് സെയിൽ ചെയ്യാൻ സാധിക്കും. ഇതുണ്ടാക്കുന്ന റോ മെറ്റീരിയൽസ് ഒക്കെ ഇന്ത്യ മാർട്ടിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്കത് ഹോൾസെയിൽ റേറ്റിൽ ചീപ്പ് റേറ്റിൽ തന്നെ കിട്ടും. ഒരു ബ്രഷ് തന്നെ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ ചിലവിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ബാത്റൂം ക്ലീനിങ് ബ്രഷുകളും ചെയ്യാവുന്നതാണ്. ഒരു മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വ്യത്യസ്ത തരത്തിലുള്ള പല ഉപയോഗങ്ങൾക്കുള്ള ബ്രഷുകൾ ഉണ്ടാക്കാൻ പറ്റും. അത്തരത്തിലുള്ള ഒരു മെഷീൻ കിട്ടുന്ന കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. ഈ ഒരു മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ടൂത്ത് ബ്രഷും ടോയ്ലറ്റ് ബ്രഷുകളും മറ്റ് ക്ലീനിങ് ബ്രഷുകളും എല്ലാം ഉണ്ടാക്കാൻ സാധിക്കും. ഒറ്റ മെഷീൻ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആയിരക്കണക്കിന് മോഡലുകളിലുള്ള ബ്രഷുകൾ ഉണ്ടാക്കാൻ പറ്റും. ബ്രഷുകൾ ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ ലോക്കൽ ഏരിയയിലുള്ള ഷോപ്പുകളിൽ നിങ്ങൾക്കത് ആദ്യം സെയിൽ ചെയ്യാം. ഈ ബ്രഷ് ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മെഷീൻ വാങ്ങുന്ന സ്ഥലത്ത് നിന്ന് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും. അതിൻ്റെ ട്രെയിനിങ് ഒക്കെ അവിടെ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ ഒരു ബിസിനസ് ആശയം നിങ്ങളെ പരിചയപ്പെടുത്തിയതാണ്. ഈ ബിസിനസ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇന്ത്യ മാർട്ടിൽ നിന്ന് വേണമെങ്കിൽ മെഷീൻ എടുത്തുകൊണ്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് മെഷീൻ്റെ കൂടുതൽ കാര്യങ്ങൾ അവരിൽ നിന്ന് മനസ്സിലാക്കിയതിന് ശേഷം താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഒരു ബിസിനസ് ആരംഭിച്ച് നിങ്ങൾക്കത് നല്ല രീതിയിൽ സെയിൽ ചെയ്ത് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ മാത്രം ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുക. ഇങ്ങനെ ഒരു ബിസിനസ് ഉണ്ട് എന്ന് പരിചയപ്പെടുത്തിയതാണ്. മറ്റൊരു വീഡിയോയുമായി കാണും വരെ ഗുഡ് ബൈ.